യനപ്പോയ കിർഗിസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തിക്കിൻ്റെ അച്ഛൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് ചെയിൻ ഓഫ് ലാബ്സ് ആണ്. അതുപോലെ വീട്ടിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉള്ള ഒരാളാണ്. ടേക്ക് ഓഫിൻ്റെ അന്ന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പോക്ക് വരവ് ഇപ്പോൾ കാർത്തിക് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ചോദിക്കാം. കാർത്തിക്കിൻ്റെ വിടുന്ന സമയത്ത് അച്ഛനുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്കിൾ അതിനുശേഷം കാർത്തിക് വിളിച്ചോ, എന്നാ പറഞ്ഞേ, ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ, എങ്ങനെയായിരുന്നു? അതായത് ഈ യനപ്പോയ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ വിടുമ്പോൾ, അതായത് കിർഗിസ്ഥാനിലേക്ക് നമ്മൾ വിടുമ്പോൾ നമ്മൾക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. അതായത് വിദേശത്തേക്കാണ് വിടുന്നത്, നമ്മൾക്ക് യാതൊരു ധാരണയില്ല. പക്ഷേ ആ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് കാർത്തികുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നത്. കാരണം അവൻ വളരെ ഹാപ്പിയാണ്. അവൻ പൊതുവേ നല്ല ആക്റ്റീവായ പയ്യനാണ്, നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു പയ്യനാണ്. പക്ഷേ ഈ നീറ്റിലെന്തോ അവന് വലിയൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവനിൽ നല്ല കാലിബർ എനിക്ക് ശരിക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവൻ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ച് നല്ല ഗ്രാൻഡ് അഭിപ്രായമാണ്. സാധാരണ ഗതിയിൽ നമ്മൾ വിദേശത്തൊക്കെ വിടുമ്പോൾ ഈ ഫാക്കൽറ്റീസ് അതിപ്രധാനമാണ്. അതെ അതെ. പിന്നെ അപ്പോൾ ഇപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു അധ്യാപകൻ എന്നെ വിളിച്ചിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചോളം, നമ്മളെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഹാപ്പിയാണ്. പക്ഷെ വിടാൻ നേരത്തെ നമ്മൾ പറഞ്ഞു വിടത്തില്ലേടാ, വിദേശത്താണ്, അവിടെ പല പല സാധ്യതകളുണ്ട്. അതെ അതെ, അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും വഴിതിരിച്ച് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ നല്ലൊരു മകനായിട്ടും നല്ലൊരു ഡോക്ടറായിട്ടും നമ്മുടെ സമൂഹത്തിന് അവൻ്റെ ഒരു സേവനം നമ്മൾ കൊടുക്കണം. അത് ഞാൻ എപ്പോഴും എല്ലാ ദിവസവും അവൻ എന്നെ വിളിക്കും. അവൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു മകനാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അവനോട് പറയുന്നൊരു കാര്യം ഇതാണ്: മകനെ എല്ലാം ശ്രദ്ധിക്കുക, നമ്മുടെ അച്ഛനെ എപ്പോഴും മനസ്സിലുണ്ടാവുക, നമ്മുടെ സമൂഹത്തിന് നിൻ്റെ സേവനം ആവശ്യമാണ്. അപ്പോൾ ആ നിലക്ക് നീ പഠിക്കണം എന്നാണ് ഞാൻ കൊടുക്കുന്ന ഉപദേശം എപ്പോഴും. നിങ്ങളെല്ലാവരും ഇപ്പൊ ഹാപ്പിയാണ്, കാർത്തിക് ഹാപ്പിയാണ്, വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും നല്ല ഹാപ്പിയാണ്. ഇളയാള് 10ല്ലേ പഠിക്കുന്നത്? ഇളയാൾ ഇപ്പം 10ാം ക്ലാസ്സിലുണ്ട്. അവനും ഏട്ടന്റെ പാത പിന്തുടരണമെന്നാണ് ആഗ്രഹം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പറയുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഞാനും കിർഗിസ്ഥാനിൽ തന്നെ പഠിച്ചോളാം? അല്ല, അവൻ തന്നെ ഇപ്പൊ പറഞ്ഞു അവനോട്, അതായത് കാർത്തികിനോട് പറഞ്ഞു കഴിഞ്ഞു. സാധാരണ അവനൊരു ആവറേജ് താഴെയുള്ള ഒരു പയ്യനാണ്. എന്നാൽ ഈ വർഷം വലിയൊരു സ്കോറൊന്നും ഇല്ലെങ്കിലും അതിന്റെ ഒരു മനസ്സ് അതിലേക്ക് വന്നിട്ടുണ്ട്, മറ്റേ ഒരു തയ്യാറെടുപ്പ് മെഡിസിന്റെ വഴിയിലൂടെ. തീർച്ചയായും. അപ്പൊ എന്തായാലും വിട്ടവരും നമ്മൾ നടത്തുന്ന സ്ഥാപനക്കാരും ഹാപ്പിയാണ്, ചേട്ടനും ഹാപ്പിയാണ്, കാർത്തികിനും സന്തോഷമാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ വിടാനായിട്ട് ആർക്കും സാധിക്കും, പക്ഷെ അവിടെ എല്ലാ ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്ത് നമ്മൾ പറഞ്ഞ എല്ലാം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഈസി അല്ല. അത് നമ്മൾ ചെയ്യുന്നുണ്ട്.